ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾ ചെറിയൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. അപ്പം ചേച്ചിയുടെ മോളുടെ 18th ബർത്ത്ഡേ ആണ് December 15. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ആഘോഷത്തിനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കൊല്ലത്ത് പോകണം. കൊല്ലത്ത് പോയി വീട്ടിൽ നിന്നിട്ട് പപ്പയും മമ്മിയൊക്കെ ആയിട്ട് പിറ്റേന്ന് അവിടുന്ന് ഫ്രൈഡേ ഈവനിങ് ആണ് ട്രെയിൻ. അപ്പോൾ നമ്മൾ വീട്ടിലിതേ ഉമ്മറപ്പടിയിലിരിക്കുന്ന ആളാണ് എൻ്റെ ചേട്ടൻ പണ്ട് ഈ ഒരു പരുവത്തിലിരുന്ന മനുഷ്യനാണ്. ഇപ്പോൾ കുറച്ച് വിശപ്പിൻ്റെ അസുഖം കൂടുതലായതുകൊണ്ട് ഈ ഒരു പരുവത്തിലെത്തി. പേര് ജോബ്സൺ അലോഷ്യസ് ജോസ്. ചേട്ടന് 3 മക്കളാണ്. ജോക്കുട്ടൻ, ക്രിസ്, പിന്നെ നമ്മുടെ അപ്പുടുവിനെ പല വീഡിയോസിലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ നാത്തൂൻസ്. എന്നെ പോലെ തന്നെ രാത്രി സഞ്ചാരം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എൻ്റെ ചേട്ടനും. അപ്പോൾ ഞാൻ ഈ ചേട്ടന് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പറയുന്നുണ്ട്. ഞാൻ കുട്ടനെന്നാണ് വിളിക്കുന്നത്. കാരണം കുഞ്ഞിലെ അതാരും തിരുത്തിയില്ല. എല്ലാവരും കുട്ടാന്ന് വിളിക്കുന്നതായിട്ട് ഞാനും വിളിച്ചു. പിന്നെ അതൊരു വിളിപ്പേരായി മാറി. ആരും ചേട്ടാ അച്ചച്ച എന്നൊക്കെ വിളിക്കാൻ പഠിപ്പിച്ചില്ല. ക്രിസ്മസ് വൈബ് ഒക്കെ തുടങ്ങി. ഞങ്ങളൊന്ന് ഷേക്ക് കുടിക്കാൻ പോകും. ഷാർജ ഷേക്ക് കുടിക്കാൻ പോകും. പരമ്പരാഗതമായി കിട്ടിയ നല്ല ശീലമാണോ ചീത്ത ശീലമാണോ എന്ന് എനിക്കറിയില്ല. ഈ രാത്രി സഞ്ചാരം, രാത്രി പുറത്തു പോവുക, എന്തെങ്കിലും ഫുഡ് അടിക്കുക, ഇതൊക്കെ ഞങ്ങൾക്ക് ബ്ലഡിലുള്ള ഒരു സ്വഭാവമായി പോയി. അപ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ചിട്ട് അവിടെ അടുത്ത് കാവനാട് ഒരു കാംപ്ലി കടയുണ്ട്. ആ ഷോപ്പ് കുറച്ച് ഫേമസ് ആണ്. ഈ ജ്യൂസ്, ഷാർജ, സർബത്ത് ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഹൈവേ എത്തി. ഇതാണ് ഞങ്ങളുടെ 7 നില കുരിശിരി. 7 നില കാണാൻ വയ്യാട്ടോ. ട്രിവാൻഡ്രത്തൊക്കെ പോകുന്ന റൂട്ടാണിത്. അതെ അതെ. ബൈപ്പാസ് എല്ലാം വരുന്നത് ഇവിടെയാണ്. പുലിപ്പുഴ ബൈപ്പാസിലോട്ട് പോകുന്ന വഴി. ഇതാണ് മരിയാലയം ജംഗ്ഷൻ. ഡെലിവറി പെയിൻ വന്നിട്ട് നാത്തൂനത് സെക്കൻഡ് ഡെലിവറിക്ക് ചേട്ടനും നാത്തൂനുമായിട്ട് പോകുന്ന വഴിക്ക് പോലും ഈ കാംപ്ലി ഷോപ്പിൽ നിർത്തിയാണ് അവർ ജ്യൂസൊക്കെ കുടിച്ച് വയറ് നിറച്ചിട്ടാണ് ഡെലിവറിക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ നേഴ്സിൻ്റെ നിന്ന് വഴക്കം കേട്ടെന്ന് പറഞ്ഞിട്ട്, ആരെങ്കിലും ഇങ്ങനെ വയറ് നിറച്ചിട്ടാണോ ഡെലിവറിക്ക് വരണേന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അതിൻ്റെ ആ ഒരു കാംപ്ലി ഷോപ്പിൻ്റെ വ്ളോഗൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് നമ്മൾ ആകെ ശശിയായിപ്പോയി. കാരണം മഴയായിട്ടാണോ എനിക്കറിയില്ല, ഇന്ന് കട അടച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. അതെ, ഭയങ്കര ട്വിസ്റ്റായിരുന്നു. കട അടച്ച് ശശി ആയതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി തിരിച്ചപ്പോൾ കാവനാട് കഴിഞ്ഞിട്ട് പണ്ട് നമ്മുടെ ഒരു കപ്പിത്താൻസ് തിയേറ്റർ ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ച് കളഞ്ഞു. അതിൻ്റെ അടുത്തായിട്ട് ഒരു സന ജ്യൂസ് സ്റ്റോൾ നമ്മൾ കണ്ടു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അങ്ങോട്ട് കയറിയിട്ടാവാമെന്ന് കരുതി അവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്തു. ദേ, ഇപ്പൊ പാവം പോലെ ഇരിക്കുന്ന ഈ മനുഷ്യൻ്റെ ഇന്ന് കുഞ്ഞിലെ ഞാൻ എത്ര ഇടിയും തല്ലും കൊണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? എനിക്ക് തന്നെ ഒരു പിടിയില്ല. അല്ല, എൻ്റെ കുരുത്തക്കേടും അമ്മാതിരി ആയിരുന്നു. എന്നാലും ഇടിക്ക് തിരിച്ച് ഇടി കൊടുത്തിട്ട് വലിയ പ്രയോജനം ഇല്ലാന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നഖമൊക്കെ വളർത്തിയിടാൻ തുടങ്ങി. എന്നിട്ട് ഇടിക്ക് തിരിച്ച് മാന്ത്. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു രീതി. പിന്നെ ഈ കാണുന്ന നാത്തൂൻസ് നമുക്ക് കുഞ്ഞിലെ തൊട്ടേ പരിചയമുള്ള ആളാണ്. അതായത് എൻ്റെ ഈ ചേട്ടൻ്റെ കൂടെ പഠിച്ചതാണ് നാത്തൂൻ്റെ ചേച്ചി. ആ ചേച്ചിയും എൻ്റെ ചേച്ചിയും എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. പിന്നെ ഈ കുട്ടൻ്റെ ബാച്ചിൽ തന്നെയായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അതായത് നമ്മുടെ ഇച്ചായനും ഇവരെല്ലാവരും ഒരുമിച്ചാണ് +2 ക്രിസ്തുരാജ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. ഷാർജ ഷേക്ക് എന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഓറഞ്ച് ജ്യൂസ്, സർബത്ത് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ സർബത്ത്. പക്ഷെ എനിക്ക് ഇവിടെ തന്നത് എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് കളർ എന്തൊക്കെയോ എസൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് തന്നത്. അപ്പോൾ ഇതിനേക്കാളും ഇഷ്ടമുള്ള സർബത്ത് വേറെയുണ്ട്. പക്ഷെ എന്നാലും ഓക്കെ ആയിരുന്നു. ഇച്ചുവിനെയും ചേട്ടൻ്റെ ബാക്കി 2 പുത്രന്മാരെയൊക്കെ ഫുഡ് കഴിപ്പിക്കാൻ വലിയ പാടാ. പക്ഷേ ഇരിക്കണ അപ്പടും ഉണ്ടല്ലോ,
അവനെ കഴിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, എന്ത് കൊടുത്താലും അവൻ കഴിച്ചോളും കേട്ടോ. എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും 6 വർഷത്തിന് ശേഷമാണ് ചേച്ചി എന്ന നേർച്ചക്കുട്ടിയെ കിട്ടിയത്. അപ്പോൾ 6 വർഷത്തിന് ശേഷം ചേച്ചി വന്ന് 1 ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ ചേട്ടനും വന്നു. അപ്പം ചേച്ചിയുടെ ആ ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വന്നിട്ട് ഇല്ലാണ്ടാക്കി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ കിച്ചുവിന് സർബത്ത് ഇഷ്ടമായി എന്നാണ് പറയണത്. അപ്പോൾ മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെയുള്ള ടേസ്റ്റിനോടൊക്കെ ഒരു ഇഷ്ടം വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് നോ വേണ്ട, ഒരു ടേസ്റ്റ് പോലും നോക്കുന്നതിന് മുന്നേ നോ പറയുന്ന ആളായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുമുണ്ട്. പക്ഷെ അത്ര നല്ലൊരു ശീലമായിട്ട് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ഒരു മാറ്റമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു യാത്രയൊക്കെ പോണ സമയത്ത് ഹൈവേയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ എന്താ പറയുക, ശക്തികുളങ്ങരയൊക്കെ കഴിഞ്ഞിട്ട് കാവനാട് എത്തുന്നതിന് മുന്നെയാണ് ഈ ഷോപ്പ്. അപ്പം സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റിയൊരു നല്ലൊരു ഷോപ്പാണ് കേട്ടോ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, അప్పుడు പിന്നെ എന്ത് കൊടുത്താലും അവൻ കഴിച്ചോളും കുടിച്ചോളും, അവനെ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളുടെ സർബത്ത് ടേസ്റ്റ് ചെയ്തപ്പോൾ അതിനോടൊരു ക്രേസ് കൂടി, കാരണം അതിൽ നല്ല തണുപ്പുണ്ട്. ഓറഞ്ച് ജ്യൂസിലാണെങ്കിൽ തണുപ്പില്ലാണ്ടാണ് വാങ്ങിയത്. അപ്പം അപ്പുടിന് ചെറിയൊരു ജലദോഷം ഉള്ളതുകൊണ്ട് നമ്മൾ അധികം കൊടുത്തില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ കാമ്പിളി ഷോപ്പിൻ്റെ വ്ളോഗ് എടുക്കാൻ പോയിട്ട് സന ജ്യൂസ് സ്റ്റോളിൻ്റെ വ്ളോഗ് എടുക്കാനായിരുന്നു ഇന്നത്തെ നിയോഗം. അപ്പോൾ വ്ളോഗിങ് ഒക്കെ കഴിഞ്ഞ് പാക്കപ്പ് ചെയ്യണ സമയത്താണ് ഞാൻ ഒരാളെ കണ്ടത്. എന്നെ കണ്ടിട്ട് ജ്യോതിസല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു നിമിഷം പതറിപ്പോയി. ദൈവമേ, എനിക്ക് നല്ല കണ്ടു പരിചയമുണ്ട്, പക്ഷെ പേരങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആരാണെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച റെനിയാണിത്. ഫേസ്ബുക്കിലൊക്കെ എൻ്റെ പോസ്റ്റ് സ്ഥിരം കാണാറുള്ളത് കൊണ്ട് അവൻ എന്നെ നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ്ഡ് ആയി, കാരണം എൻ്റെ ഒരു ബ്രദറും കൂടെ ഉണ്ട്. അപ്പോൾ റെക്സ് ആണോ റെനി ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ പേര് ചോദിച്ചപ്പോൾ അവന് റെനിയാണ്. അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞു തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ വീട്ടിൽ കയറട്ടെ, മണി 11 ആയി കാണും. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ വ്ളോഗായിരിക്കും. നാളെയാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും ബൈ ബൈ.